നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. പാചകവാതക ബുക്കിംഗിലെ പുതിയ മാറ്റങ്ങൾ, മിൽമ പാൽ വില വർധനവ്, സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പുകൾ, കൂടാതെ രാത്രി സമയങ്ങളിലെ ലോഡ് ഷെഡിംഗ് നിയന്ത്രണങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യത്തെ അറിയിപ്പ്, കടുത്ത ചൂടിൽ വൈദ്യുതി ഉപയോഗം കൂടിയതോടെ സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ KSEB തീരുമാനിച്ചു. എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്കും രാത്രി 12 മണിക്കുമിടയിൽ അരമണിക്കൂർ നേരമായിരിക്കും വൈദ്യുതി നിയന്ത്രണമുണ്ടായിരിക്കുക. പ്രധാന നിർദ്ദേശങ്ങൾ: AC-യുടെ താപനില 24 ഡിഗ്രി മുതൽ 26 ഡിഗ്രി വരെയായി ക്രമീകരിക്കുക. വൈകുന്നേരത്തെ തിരക്കുള്ള സമയങ്ങളിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതും ഒഴിവാക്കുക. അടുത്ത അറിയിപ്പ് LPG ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഗ്യാസ് സിലിണ്ടർ ബുക്കിംഗിൽ മെയ് മാസം മുതൽ നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നേക്കാമെന്ന വാർത്ത വരുന്നുണ്ട്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്നുണ്ടായ ആഗോള ഇന്ധന പ്രതിസന്ധിയാണ് ഇതിന് പ്രധാന കാരണം. വിതരണത്തിലെ കുറവും ഡെലിവറിയിലെ താമസവും ഒഴിവാക്കാൻ ഇന്ത്യൻ ഓയിൽ, BPCL പോലുള്ള മുൻനിര കമ്പനികൾ പുതിയ വിതരണ രീതികൾ ആലോചിക്കുന്നുണ്ട്. 2 സിലിണ്ടറുകൾക്കിടയിലുള്ള ബുക്കിംഗ് കാലാവധി വർദ്ധിപ്പിക്കാനും OTP അടിസ്ഥാനമാക്കിയുള്ള ഡെലിവറി കൂടുതൽ കർശനമാക്കാനും സാധ്യതയുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ എണ്ണക്കമ്പനികളിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വ്യാഴാഴ്ചയും, പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിൽ വെള്ളിയാഴ്ചയും, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ശനിയാഴ്ചയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് പാലിന്റെ വില വർദ്ധിപ്പിക്കാൻ മിൽമയ്ക്ക് സർക്കാരിന്റെ അനുമതി. മിൽമ നൽകിയ ശുപാർശയിലാണ് വില കൂട്ടാനുള്ള അനുമതി നൽകിയത്. ലിറ്ററിന് 4 രൂപ മുതൽ 6 രൂപ വരെ കൂട്ടണമെന്നായിരുന്നു മിൽമയുടെ ശുപാർശ. ലിറ്ററിന് 4 രൂപ വർദ്ധിക്കുമെന്നാണ് സൂചന. വില വർധനവ് നാളത്തെ മിൽമ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗം അന്തിമമാക്കും. ഇതുപോലെയുള്ള അറിയിപ്പുകൾക്കും പെൻഷൻ സംബന്ധിച്ച അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഫോളോ ചെയ്യാനും മറക്കരുത്.